ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഒരു കുഞ്ഞു വചനം നമ്മളൊന്ന് വായിക്കാൻ വേണ്ടി പോവാണ്. 1 പത്രോസ് 3:14. നിങ്ങൾ അവരുടെ ഭീഷണിയെ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് പകൽ എപ്പോഴെങ്കിലും, ഇന്ന് ഒരു ദിവസം എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഭയപ്പെട്ടെങ്കിൽ, ചില കാര്യങ്ങൾ ഓർത്ത്, പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്ന് വന്ന ചില വാക്കുകൾ, അവർ പറഞ്ഞ ചില കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം സ്വീകരിച്ചു. 1 പത്രോസ് 3:14. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, അവരുടെ ഭീഷണികളെ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. പിന്നീട് സമയം പോലെ ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കണേ. 3-ാമത്തെ അധ്യായം. ഈശോയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ വേണ്ടി പത്രോസിനെ നമ്മളോട് പറയുകയാണ്. നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ ഇന്നായിരിക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വചനം ഒരു കംപ്ലീറ്റ് ഹീലിംഗ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1 പത്രോസ് 3:14. നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അസ്വസ്ഥപ്പെടുകയും ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ഭയപ്പെടാനാണ്? മനുഷ്യരെയോ പിശാചിനെയോ സാഹചര്യങ്ങളെയോ ഈ സങ്കടങ്ങളെയോ രോഗങ്ങളെയോ ഒന്നിനെ ഓർത്ത് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, ഒന്നിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഈശോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു കുഞ്ഞു വചനമാണ്, പക്ഷേ ഇന്ന് ഈ രാത്രി നിങ്ങളിത് ശക്തിപ്പെടുത്തണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണ്. എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഐ ടെൽ യു, ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യരുത്. ഒറ്റ കാരണത്തിൽ, ആര് കൂടെ ഉള്ളതുകൊണ്ട്? ഈശോ കൂടെ ഉള്ളതുകൊണ്ട്. ആ തിരമാല അങ്ങ് കുതിച്ചുയരട്ടെ, ആ പർവ്വതം നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആ കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറട്ടെ. ഈശോയുടെ സാന്നിധ്യം എല്ലാ കാര്യത്തിലും സമാധാനം തരും. ഈശോ നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഭയം മാറും. നീ അസ്വസ്ഥതകൾ ഒഴിവാക്കുകയും വേണം. രാത്രിയിൽ സമാധാനത്തോടെ ഈശോയുടെ അടുത്ത് കിടന്നുറങ്ങുക. നാളെ ഉണർന്നെഴുന്നേൽക്കുക. അവരെ കണ്ട് 2 വർത്താനം പറയാനൊന്നുമല്ല, അവരോട് 2 ചോദിക്കാനൊന്നുമല്ല. എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്ന് പറഞ്ഞ് നാളെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ഭയമില്ലാതെ, ഏറ്റവും ആനന്ദത്തോടു കൂടി നാളെ ഒരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക്. ആ കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ഒരു ആദ്യത്തെ വർഷത്തെ, ഈ ഒരു വർഷത്തെ ആദ്യത്തെ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. കർത്താവിൻ്റെ പവറിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, സമാധാനത്തിൽ, ശക്തിയിൽ, ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. ഈശോയുടെ നാമം നിങ്ങളെ സകല ഭയങ്ങളിൽ നിന്ന്, സകല അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.